പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആരംഭിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഈ മുന്നണി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ്. പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിച്ച, ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം തുല്യം തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ്. പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കൈവിട്ടു പോയ UDFന്റെ ഉരുക്കുകോട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെയും പ്രകാശ് ഏട്ടന്റെയും അന്തിമാഭിലാഷം. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായി, ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് UDFന്റെ പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന് 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. തീർച്ചയായും ജൂൺ മാസം 23-ന് വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു വരും. ആര്യാടൻ സാറിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിച്ച് അത് പൂർത്തീകരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നേതൃത്വം നൽകുകയാണ്. അതിവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കും. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും സ്ഥാനാർത്ഥി പ്രതികരിക്കില്ലായിരിക്കും. പ്രസിഡന്റ് സംസാരിക്കാൻ ഇന്നലെ അൻവർ നടത്തിയ പ്രസ്താവനകൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു ഇതിനോട് എന്താണ്? സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ശരി, ഇന്നലെ വൈകിട്ടാണ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ തന്നെ പ്രചാരണങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരും. ആദ്യഘട്ടത്തിൽ നിലമ്പൂരിന്റെ സുൽത്താൻ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ സുൽത്താൻ എന്നൊക്കെയാണ് ആര്യാടൻ മുഹമ്മദ് അറിയപ്പെട്ടിരുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ആദ്യ മേൽവിലാസവും. അതിനെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഇന്ന് രാവിലെ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തി പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷമാണ് ഔപചാരികമായി പ്രചാരങ്ങളിലേക്ക് കടക്കുന്നത്. VS ജോയും ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുണ്ടായിരുന്നു. ഈ മണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും VS ജോയും പറഞ്ഞത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത പേരാണ് ആര്യാടൻ മുഹമ്മദിന്റേത്. അത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന മേൽവിലാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ പ്രചാരണം തുടങ്ങുകയാണ്. ശേഷ തീർച്ചയായും ആര്യാടൻ മുഹമ്മദും നിലമ്പൂർ എന്നാൽ ആര്യാടൻ മുഹമ്മദ് എന്നാൽ നിലമ്പൂരും എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഏതാണ്ട് 30 പതിറ്റാണ്ടോളം UDFന്റെ കോട്ടയായി മാറിയ ഇടമായിരുന്നു. പക്ഷേ അവിടെ PV അൻവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി വിജയം കൈയാളുന്ന കാഴ്ച. അതുകൊണ്ട് അന്തരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ അവസാന ആഗ്രഹം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം അധ്യക്ഷനായ PV പ്രകാശിന്റെ ആഗ്രഹവും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേരുടെ ആഗ്രഹങ്ങളും സാധിക്കാനായാണ് തങ്ങൾ ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങുന്നത് എന്നാണ് DC പ്രസിഡന്റ് PS ജോലിയും ഒപ്പം ആര്യാടൻ ഷൗക്കത്തും വ്യക്തമാക്കുന്നത്. മറ്റു ഒരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ ഈ ഘട്ടത്തിലില്ല. അവിടെ വിജയം എന്നതിൽ പുറഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അന്തരമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ UDFന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം. ഇന്ന് നമ്പർ വിളിക്കാൻ ആരെങ്കിലും ഇന്ന് രാവിലെ ഔപചാരികമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത്.
നിലമ്പൂരിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മത്സരത്തിനിറങ്ങുന്നതെന്ന് ആര്യാടൻ ഷൌക്കത്ത് ന്യൂസ് 18നോട്. സംസ്ഥാന സർക്കാരിനെതിരെ UDFും PV അൻവറും ഉന്നയിക്കുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്. അൻവർ അത് മനസ്സിലാക്കി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യാടൻ ഷൌക്കത്ത് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ന്യൂസ് 18നോട് പറഞ്ഞു. ഒട്ടേറെ അനിശ്ചിതത്വങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനൊടുവിലാണ് അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം UDFന് പ്രതീക്ഷ എന്നല്ല, വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ 2 ടേമായി, കാരണം കഴിഞ്ഞ 34 വർഷമായി നിലമ്പൂരിൻ്റെ MLA ആയിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ അത് UDF മാറിയതിനു ശേഷം 2016 മുതൽ അത് മുരടിച്ച് നിൽക്കാൻ യാതൊരു തുടർ പ്രവർത്തനങ്ങളുമില്ല. നിലമ്പൂരിൻ്റെ ബൈപ്പാസ് ആവട്ടെ, KSRTC ബസ് സ്റ്റേഷൻ ആവട്ടെ, നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് ആവട്ടെ, പുതിയ പദ്ധതികൾ കൊണ്ടുവരണ്ട. UDF കൊണ്ടുവന്ന പദ്ധതികൾ അതിനൊരു തുടർച്ച പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയോര കർഷകർ തിങ്ങി നിവസിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ. 1950കളിലും 60കളിലുമൊക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കടന്നു വന്ന മലയോര കർഷകർ, അവരാണ് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അവരൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിക്കടുത്തൊരു പള്ളിക്കൂടം ഉണ്ടാക്കി. ആ പള്ളിക്കൂടത്തിലാണ് നിലമ്പൂരിലെ പല ആളുകളും ആദ്യമായി അക്ഷരങ്ങൾ പഠിച്ചത്. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷം നിലവിലുണ്ട്. പക്ഷേ ഈ മലയോര കർഷകർക്ക് ഇന്ന് അവർ വിയർപ്പൊഴുക്കുന്ന ഈ കൃഷിഭൂമിയിൽ അവർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ, അത് ദയനീയമായി, പൈശാചികമായി, ക്രൂരമായ അക്രമങ്ങളിൽ അവർ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാവിശേഷം നിലനിൽക്കാൻ 1, 2, 3 അല്ല, യാതൊരു പരിഹാരവും ഇല്ല. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം PV അൻവറിന് കടുത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇനി എന്താണ് അൻവറിന് മുന്നിലുള്ള വഴിയെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അൻവറിനെതിരെ തുറന്നടിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഇന്ന് രംഗത്തെത്തി. അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് അനിൽകുമാർ ഇന്ന് രാവിലെ ന്യൂസ് 18നോട് പറഞ്ഞു. UDFുമായി ചേർന്നു പോകാൻ തീരുമാനിച്ചവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് അറിയില്ല. അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് LDFനെതിരായ പോരാട്ടത്തെ ദുർബലമാക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്നും അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനു മുമ്പുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, അൻവർ ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ സ്വാധീനിച്ചു? ഒരിക്കലുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ ആലോചിച്ച്, ഞങ്ങൾക്ക് പ്രഗത്ഭരായ 2 പേരുണ്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ. ആ 2 പേരിൽ ആരെ വേണം എന്നുള്ളത് ഞങ്ങൾ എല്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി, KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും അഭിപ്രായമെടുത്ത് കഴിഞ്ഞ് ഞങ്ങളും KPCCയുടെ നിലവിലുള്ള ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും UDF കൺവീനറുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ പേരിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും VS ജോയ് ഏറ്റവും പ്രഗത്ഭനായ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. ശ്രീ ആര്യാടൻ ഷൌക്കത്ത് KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. ഞങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. യാതൊരു ബുദ്ധിമുട്ട് കാര്യത്തിൽ വന്നിട്ടില്ല. ജോയിയുടെ നിലപാടും ഇതിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കിയോ? ഒരിക്കലുമില്ല. ജോയി, ഞാൻ സൂചിപ്പിക്കുകയാണ്, ജോയി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. ആ രീതിയിൽ അദ്ദേഹം ഒരു രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ ഏറ്റവും നല്ല രീതിയിൽ ആദ്യം ആര്യാടൻ ഷൌക്കത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹമാണ്. ഞങ്ങൾ എല്ലാവരും, കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും അദ്ദേഹമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിനകത്ത് എല്ലാവരോടും അദ്ദേഹം പൂർണ്ണ സഹകരണം പാർട്ടിക്ക് ഉണ്ടാകും. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റാണ്, ആ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പലരും ആശയക്കുഴപ്പം, പലതും കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയെന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരത്തിലൊന്നുമില്ലാതെ സുഗമമായി തീരും എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ തീർന്നു. തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് PV അൻവറാണ്. PV അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ് പലവട്ടം. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൌക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അൻവറിന്റെ ഭാഗത്ത്?
അല്ല, UDF പിന്തുണയ്ക്കുന്നവരാരായാലും UDF സ്ഥാനാർത്ഥി അത് ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. ഇത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. UDF സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്തുണയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പിന്തുണയ്ക്കുന്നതിന് പകരം ഉണ്ടാക്കിയ വിമർശനങ്ങൾ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു ആശയവിനിമയം അദ്ദേഹവുമായി നടന്നു വരുന്നു. അതിനുശേഷം ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നു സ്ഥാനാർത്ഥിയെക്കുറിച്ച്. അത് ഒരു മുന്നണി സംവിധാനത്തിൽ അത് മുന്നണിയുടെ ഭാഗമല്ല എങ്കിൽ പോലും അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹം UDF പിന്തുണ നൽകുവാനും ഒക്കെ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല എന്ന് ഏറ്റവും മിനിമം ഇപ്പോൾ പറയാൻ കഴിയും. എങ്ങനെയാണ് ഇനി അൻവറിൻ്റെ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്? 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ ഇന്നലെ പറഞ്ഞത്. അൻവറുമായി കൂടുതൽ ആലോചനകളുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിൽ തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണ വേണം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ UDF നിരുപാധിക പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് പിന്തുണ ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കടുത്ത നീക്കം അൻവറിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കൂടിയാലോചനകളും ചർച്ചകളും ഈ ദിവസങ്ങളും ഉണ്ടാവും UDF എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള? PV അൻവറുമായിട്ട് നിരന്തരമായും നേതാക്കളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കാറുണ്ട്, മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഈ സമയത്തും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവുമായും ബന്ധപ്പെടും. എന്നാണെങ്കിൽ ശക്തമായൊരു തീരുമാനമെടുത്ത് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റവും ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ ഞങ്ങൾ ഏപ്രിലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പ്രഖ്യാപനം വരും, മെയ്യിൽ ഇലക്ഷൻ ഉണ്ടാവും തീരുമാനിച്ചാണ്. ഇപ്പോൾ ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലാണ് ഇലക്ഷൻ. ഇത്രയും നാളായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF എത്രമാത്രം മുന്നിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മികച്ച ഭൂരിപക്ഷം തന്നെയാണ്. മികച്ച ഭൂരിപക്ഷമാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ UDF തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടും അതേപോലെ തന്നെ എന്ത് വാക്കാണോ അൻവർ തന്നത് അത് പാലിക്കേണ്ടതിന്റെ ആവശ്യവും എല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിജയം തന്നെയാണ് UDF നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്ന എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പ്രജിത് കുവങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.